ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് പച്ച പപ്പായ വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പപ്പായ ആയതുകൊണ്ട് തന്നെ ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുമെന്നുള്ളത്. ജ്യൂസ് അടിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയേയില്ല. ഇത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസാണ് എന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ച പപ്പായയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് പഴുക്കാത്ത പപ്പായാണ് കേട്ടോ. നല്ല പച്ച പപ്പായ തന്നെയാണ്. നമ്മൾ കറിക്കൊക്കെ വെക്കുന്ന പപ്പായയുടെ ആ ഒരു മൂപ്പുണ്ടല്ലോ, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും പഴുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പച്ചയായിട്ട് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പപ്പായൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ജ്യൂസ് അടിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുമുണ്ട്. കനം കുറച്ച് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ പപ്പായ റെഡിയായി കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് വെന്ത സമയത്ത് അതിൽ നിന്നൊന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ട് നമ്മൾ പപ്പായ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു പപ്പായ ഏകദേശം 1 കപ്പോളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1.5 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഞാനിവിടെ ഫ്രോസൺ ചെയ്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. കട്ടയോട് കൂടിയിട്ടുള്ള പാലാണ്. അപ്പോൾ നമ്മൾ ഷേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കട്ടയോട് കൂടിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ആയാലും കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും ഒക്കെ അതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. നമുക്ക് പഞ്ചസാര കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്കാണ് കൂടുതൽ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഹോർലിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഹോർലിക്സ് 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഹോർലിക്സ് ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പം ഹോർലിക്സ് അല്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്താലും മതി, അല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ പപ്പായ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഷേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ ഒരുപോലെയുള്ള ജ്യൂസുകളല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ ഒന്ന് വ്യത്യസ്തമായിട്ടൊന്ന് മാറ്റി പിടിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.